ഹായ്, അമേസിങ് ഫെറിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം 850 ഗ്രാം ചിക്കനാണ്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം, മസാലയൊക്കെ പുരട്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ്. എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതായാലും മതി. അത് ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഏകദേശം 2 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് ചില്ലി ഫ്ലേക്സൊക്കെ നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടിയേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏകദേശം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം എടുത്തിട്ടാണത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി 2 മണിക്കൂറിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഈ ചിക്കൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടാവും. ഇത്രയും സമയം വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ സമയം വെച്ച് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും. ഇപ്പോൾ ഈ ചിക്കൻ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ 2 ഭാഗവും നന്നായിട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇതിപ്പോൾ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 സെറ്റായിട്ട് ഞാനിതൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ വെക്കുന്നുണ്ട്. ഇനി ഇതിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. നന്നായി മൊരിച്ചതിന് ശേഷം അത് കോരി മാറ്റി വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് നാളികേര കൊത്താണ്, അതും ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ കുറച്ച് ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊക്കെ നന്നായിട്ട് ഇതാ മൊരിച്ചെടുത്തിട്ടുണ്ട്. അതും കോരി മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ്. ഏകദേശം ഒരു 200 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറിയതായിട്ട് നുറുക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് സവോള ആയാലും മതി, അല്ലെങ്കിൽ ചെറിയുള്ളിയിൽ ചെയ്യാം. ചെറിയുള്ളി ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ചെറിയുള്ളി നന്നായി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതാണ്. ഇനി ഈ മസാലയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് മുളക് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അത് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തു. എന്നിട്ട് ഇത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കൂടുതൽ പുളി വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഡ്രൈ ആയി വന്നു. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചില്ലി, നമ്മൾ മുളക് ഫ്രൈ ചെയ്ത് വെച്ചതും അതേപോലെ നാളികേരത്തിൻ്റെ കൊത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല ഈ ചിക്കനിലൊക്കെ പിടിച്ചു വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മുടെ ഈ മസാല നന്നായിട്ട് ചിക്കൻ്റെ എല്ലായിടത്തും മിക്സായി വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.